ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ വിക്രം ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയാണ് എന്നുള്ള കാര്യം തോട്ടത്തിൻ്റെ മാനേജറായിട്ടുള്ള എസ്റ്റേറ്റിൻ്റെ മാനേജറായിട്ടുള്ള ജോബി മനസ്സിലാക്കുകയാണ്. മൊബൈലിൽ ഒരു വീഡിയോ, ഇവരുടെ കല്യാണ ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ, അതായത് ശ്രീകാന്ത് ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു കേസിലെ പ്രതികളാണ്. ആ ഒരു പ്രതി ആയതിനു ശേഷം പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വിക്രം ഒളിവിൽ താമസിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജോബി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ തന്നെ ജോബി വേദയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ജോബിക്ക് വേറൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് വേദേനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് വേദേനെ ഒരു രാത്രി അവന്റെ കൂടെ കിട്ടണം എന്നുള്ളതായിരുന്നു ജോബിയുടെ ആവശ്യം. അങ്ങനെ വേദേനെ കാണാൻ പോകുന്നുണ്ട്. വേദയോട് പറയുന്നുണ്ട് അപ്പൊ വേദേനെ കാണുമ്പോ തന്നെ വേദയോട് പറയുന്നുണ്ട്, പ്രേമിച്ച് ഒളിച്ചോടി വന്നതാണ് എന്നാണല്ലോ ഇവിടെ എല്ലാരോടും പറഞ്ഞിരുന്നത്, അത് കള്ളാണല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേദ സംശയത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. പ്രേമിച്ച് ഒളിച്ചോടി വന്നതാണ്, അത് ഒരു കൊലപാതകം ചെയ്തിട്ട് ഒളിവിൽ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേദ ഞെട്ടിയിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കാരണം വേദ അന്ന് ജോലിക്ക് പോയിട്ടില്ലല്ലോ. വേദ പനി കാരണം അന്ന് ജോലിക്ക് പോയിട്ടില്ല. അപ്പൊ വേദ ആ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ജോബി ആ ഒരു സമയത്ത് അവിടേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ വേദയോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. എല്ലാ നാട്ടുകാരെയും നിങ്ങൾ ഈ കള്ളം പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുകയല്ലേ. നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്ത് ഒളിവിൽ വന്നതാണ് നിങ്ങൾ എന്നൊക്കെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആ സമയത്ത് ഇവിടെ എത്തും. മനസ്സിലായോ? എനിക്കിപ്പോ വേണമെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്താം. ആ നിമിഷം നീ നിന്റെ ഭർത്താവും ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞ് വേദയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭയം ഒന്നും വേദയുടെ മുഖത്ത് വരുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ പോലീസിന് വിട്ടുകൊടുക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. പകരം ഇതൊന്നും ആരും അറിയാതിരിക്കാൻ പകരം നീ എനിക്ക് എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു സംശയത്തോടെ വേദ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, ഇന്ന് രാത്രി എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വന്നു കഴിഞ്ഞാൽ, നീ തനിച്ച് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് ഒരു സന്ധിയിൽ ഏർപ്പെടാം. അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ടീഷൻസ് ഒക്കെ നീ അനുസരിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് പെരുമാറുകയാണെങ്കിൽ നീയും നിന്റെ ഭർത്താവും ഇവിടെ സുരക്ഷിതരായിരിക്കും. നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. ആരും നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ല. ഞാനായിട്ട് ആരോടും പറയാനും പോകുന്നില്ല. മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് വേദയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എല്ലാത്തിനോടും എങ്ങനെയാണോ വേദ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെയാണ് ജോബിയുടെ ആ ഒരു വർത്തമാനത്തിനും വേദ പ്രതികരിക്കുക. വേദ പറയുന്നുണ്ട്, നീ ഈ പറഞ്ഞത് എന്നോട് പറഞ്ഞത് നന്നായി. ഇതെങ്ങാനും എന്റെ ഭർത്താവ് കേട്ട് കഴിഞ്ഞാൽ നിന്നെ ഈ 2 കാലിൽ നീ ഇവിടുന്ന് പോവില്ല. മനസ്സിലായോടാ? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ എന്ത് പറഞ്ഞാലും അതിന് ഞാൻ വഴങ്ങി തരുന്നോ? അങ്ങനെയാണോ നീ എന്നെ കരുതി വെച്ചിരിക്കുന്നത്? നീ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. നീ ഇതൊക്കെ പറഞ്ഞത് ആരോടാന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഞാനൊരു വക്കീലാണ്, അല്ലാതെ നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളൊന്നും അല്ല ഞാന്. മനസ്സിലായോ? നീ ഇനിയിപ്പോ ഇത് ആരോടൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വിക്രം തെറ്റുകാരനല്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരു കേസിൽ വിക്രം പ്രതിയായി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒളിവിൽ പോകുന്നതൊന്നല്ല. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനും അറിയാനുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. നീ ഇപ്പൊ പോലീസിനെ വിളിച്ച് പറഞ്ഞോ, പോലീസ് വന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? അതും വിചാരിച്ച് നീ ഇത് പോലീസിനോടോ നാട്ടുകാരോടോ പറയൂ എന്ന് വിചാരിച്ച് നീ പറയുന്നതെല്ലാം അനുസരിച്ച് നിന്റെ കൂടെ കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. മനസ്സിലായോടും? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. വിക്രം വരുന്ന സമയമാണ്. വിക്രം നിന്നെ എങ്ങാനും ഇവിടെ കണ്ടു കഴിഞ്ഞാ നീ എന്നെ ജീവനോടെ ഇവിടുന്ന് പോവില്ല. മനസ്സിലായോ? ഇമാതിരി വർത്താനൊക്കെ എന്നോട് പറയാൻ തനിക്ക് എങ്ങനെ തോന്നിയിടോ? പറഞ്ഞു വേദ വാതിലടയ്ക്കാൻ പോകുമ്പോ ജോബി കൈ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ എല്ലാരും എന്നെ അനുസരിച്ചും ആശ്രയിച്ചും ജീവിക്കുന്നവരാണ്. അതിന്റെ ഇടയിലേക്ക് കയറി വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു മോഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും. അതിപ്പോ എങ്ങനെ വേണമെങ്കിലും.
എന്നൊക്കെ പറഞ്ഞു വേദേനെ കയറി പിടിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്കാണ് നമ്മുടെ വിക്രം വരുന്നത്. പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിയിലെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് വോട്ടെണ്ണുന്ന ദിവസമായിരുന്നല്ലോ. അപ്പോൾ വാസവനാണ് ജയിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് വേദയുടെ അടുത്തേക്ക് വിക്രം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് വേദയുടെ കൈ കയറി പിടിച്ച് നിൽക്കുന്ന ജോബിനെ കാണുന്നതും വേദയാണെച്ചാൽ ഇങ്ങനെ കൈ കൊതറി ഓടാൻ ശ്രമിക്കുന്നതൊക്കെ വിക്രം കാണുന്നതും. വിക്രം വേഗം ജീപ്പ് നിർത്തി ചാടി ഇറങ്ങി വരുന്നുണ്ട് ജോബിനെ തല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജോബിക്ക് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്റെ ഭാര്യ കയറി പിടിക്കുന്നോടാ എന്ന് പറഞ്ഞ് കോളറുമൊക്കെ പിടിച്ച് തല്ലാൻ ഓങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വേദ വേഗം പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ജോബി ആ ദേഷ്യത്തിന് പറയുന്നുണ്ട്, നീ ആരാടാ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞാനൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, കൊലപ്പുള്ളി. നീ അതേ ദിവസം ഇവിടെ നിൽക്കുന്നു നീ വിചാരിക്കണ്ട, എത്രയും പെട്ടെന്ന് പോലീസിന് കീഴടങ്ങാൻ നീ തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുറെ വെല്ലുവിളിച്ചിട്ടൊക്കെ ജോബി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ ഉണ്ടായെന്ന് പറയുമ്പോൾ വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. വേദ പറയുന്നുണ്ട്, എന്തെങ്കിലും വഴി ഉണ്ടാവും, അല്ലെ പോലീസിന് എന്തായാലും പിടികൊടുക്കാൻ പറ്റില്ലല്ലോ, അനിയൻകുട്ടന് എന്തെങ്കിലും പറയാൻ ആവാതെ നമ്മൾ എങ്ങനെ പിടികൊടുക്കും, എന്തെങ്കിലും വഴി ഉണ്ടാവും വിക്രം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം അവിടുന്നും അവർ രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നുണ്ട്. അവിടുന്ന് ഇനി എവിടേക്ക് പോകും എന്ന് അവർക്ക് അറിയില്ലെങ്കിലും എവിടേക്കെങ്കിലും പോകണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന. അങ്ങനെയാണ് ആ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മള് സജീവനെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സജീവൻ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, വാസവൻ സാറും ഇപ്പൊ നമ്മുടെ കൂടെ തന്നെയാണ്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വാസവൻ സാറിന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പോലീസിൽ നിന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാവും എന്നൊന്നും നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്, അടുത്ത് തന്നെ വരുന്ന എപ്പിസോഡാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.